സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ UDF, കോൺഗ്രസ് മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കുകയാണ്. നാളെ എറണാകുളം ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കും. വി ഡി സതീശന്റെ സ്വന്തം ജില്ലയാണ് എറണാകുളം. എറണാകുളത്ത് 2 ദിവസം ആ ജാഥയുടെ പര്യടനം ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ ഈ മാസം ഫെബ്രുവരി 6-ാം തീയതി തുടങ്ങിയ ജാഥ ഏതാണ്ട് 6 ജില്ലകൾ ഇന്നത്തോടുകൂടി പൂർത്തിയാക്കുകയാണ്. 7 ജില്ലകൾ പൂർത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞ് എറണാകുളത്തേക്ക് കടക്കുകയാണ്. മാർച്ച് 6-ന് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനിയിൽ ജാഥ സമാപിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് നേതാക്കളൊക്കെ തന്നെ ലക്ഷ്യമിടുന്നത്. അത് ആദ്യഘട്ടമായിട്ട് ഏതാണ്ട് 50 സ്ഥാനാർത്ഥികളുടെ പട്ടിക വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 1-ാം ഘട്ടമായിട്ട് സിറ്റിംഗ് സീറ്റുകളിലെ MLA-മാരുടെ സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ, ഒപ്പം തന്നെ ഉറപ്പായ മറ്റു ചില സ്ഥാനാർത്ഥികളുണ്ട്. തർക്കങ്ങളില്ലാതെയുള്ള മുതിർന്ന ചില നേതാക്കളുടെ മണ്ഡലങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ സംവരണ മണ്ഡലങ്ങളിലും ഏകദേശ ധാരണ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 വിഭാഗങ്ങളിലെയും ഒരു 50 സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് 22 സിറ്റിംഗ് MLA-മാരാണുള്ളത്. അതിൽ 2 പേർക്ക് ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല. ബാക്കിയുള്ള 20 സിറ്റിംഗ് MLA-മാർക്കും അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ വീണ്ടും അവസരം ലഭിക്കുന്നതാണ്. അവസരം ലഭിക്കാതെ പോകുന്ന 2 MLA-മാർ, അതിലൊന്ന് തൃപ്പൂണിത്തുറ MLA കെ ബാബുവാണ്. അദ്ദേഹം തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മത്സരിക്കാനില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചു. അതിനെ തുടർന്നാണ് അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത്. അവിടെ പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊരു മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധി തീർക്കുന്നത് പാലക്കാട് മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിന്റെ MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ലൈംഗികാരോപണ കേസുകളിൽ പെട്ടതോടുകൂടി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹമാണ് അവിടെ സിറ്റിംഗ് MLA. എന്നാൽ അദ്ദേഹത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റ് കൊടുക്കാൻ സാധ്യതയില്ല, കൊടുക്കില്ല എന്നതാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ആ 2 സീറ്റുകളിൽ പുതിയ സ്ഥാനാർത്ഥികൾ വരും. കൂടാതെ 20 സിറ്റിംഗ് മണ്ഡലങ്ങളിൽ അതാത് MLA-മാർ വീണ്ടും ജനവിധി തേടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് കഴിഞ്ഞാൽ മറ്റ് ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ഒരു ഏകദേശ തീരുമാനമായിട്ടുണ്ട്. അത് മുതിർന്ന നേതാക്കളാണ്. അതിലൊന്ന് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ മുൻ MLA കൂടിയായിട്ടുള്ള കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളർ നേതാവായിട്ടുള്ള കെ മുരളീധരൻ ഇത്തവണ മത്സരത്തിന് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2011-ലും 2016-ലും വട്ടിയൂർക്കാവിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച നേതാവാണ് കെ മുരളീധരൻ. എന്നാൽ പിന്നീട് അദ്ദേഹം 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിച്ച് വിജയിച്ചതോടുകൂടി ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയും ആ മണ്ഡലം കോൺഗ്രസിനെ നഷ്ടമാവുകയും ചെയ്യുകയായിരുന്നു. 2019-ലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു. പിന്നീട് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വട്ടിയൂർക്കാവിൽ തോറ്റു. അപ്പോൾ അത്തരത്തിൽ കൈവിട്ടുപോയ ആ മണ്ഡലം തിരികെ പിടിക്കേണ്ട ഒരു ബാധ്യത കോൺഗ്രസിനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആ മണ്ഡലത്തിലെ മുൻ MLA-യും ഒപ്പം തന്നെ കോൺഗ്രസിലെ ഇപ്പോഴത്തെ സമുന്നത നേതാക്കളിൽ ഒരാളുമായ ശക്തനായിട്ടുള്ള കെ മുരളീധരനെ തന്നെ അവിടെ രംഗത്തിറക്കുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല കെ മുരളീധരനായിരുന്നു. അവിടെ മികച്ച പ്രകടനം നടത്താൻ കോൺഗ്രസിന് UDF-ന് സഹായകമായത് കെ മുരളീധരന്റെ ഒരു താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അദ്ദേഹത്തിന് തിരുവനന്തപുരം മണ്ഡലത്തിലുള്ള, തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു സ്വാധീനം അത് പരമാവധി മുതലാക്കുക എന്നതാണ്. ഒപ്പം തന്നെ വട്ടിയൂർക്കാവിൽ അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ ജനങ്ങളുമായിട്ട് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു ആത്മബന്ധം, വൈകാരിക ബന്ധം ഒക്കെ തന്നെയുണ്ട്. അവിടുത്തെ ജനങ്ങളുമായിട്ട് വലിയൊരു ആത്മബന്ധം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കോൺഗ്രസിന് ഇത്തവണ ഗുണകരമാകുമെന്ന് കരുതുന്നു. മാത്രവുമല്ല, ജില്ലയിൽ ഇത്തവണ വലിയൊരു മുന്നേറ്റം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കെ മുരളീധരനെ പോലൊരു നേതാവിന്റെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിത്വം അത് ആ ജില്ലയിൽ ഒന്നാകെ തന്നെ കോൺഗ്രസിന് മുതൽക്കൂട്ടാകും എന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. പിന്നീട് ഒരു മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണലൂരാണ്. മണലൂരിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അത് മുൻ MP-യും മുൻ MLA-യും ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസിന്റെ ACC സെക്രട്ടറി ആയിട്ടുള്ള TN പ്രതാപനാണ്. അദ്ദേഹം മണലൂരിൽ ഇത്തവണ രംഗത്തിറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ സിറ്റിംഗ് MP ആയിരുന്നു തൃശ്ശൂരിൽ നിന്നുള്ള. എന്നാൽ അദ്ദേഹം അവിടെ മത്സരിക്കാൻ ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. കെ മുരളീധരനാണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ അത്തരത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ, മണലൂർ പോലെയുള്ള ഒരു മണ്ഡലം അവിടെ പിടിച്ചെടുക്കാൻ അത്തരത്തിലൊരു നേതാവിനെ വേണം എന്ന പാർട്ടിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് TN പ്രതാപനെ വീണ്ടും അവിടെ രംഗത്തിറക്കുന്നത്. അവിടെയും മറ്റു പേരുകളൊന്നും തന്നെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. അവിടെയും ഏകദേശ ധാരണ ആയിട്ടുണ്ട്. പിന്നെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ തന്നെയുള്ള തൃത്താലയാണ്.
തൃത്താലയിൽ മുൻ MLA VT ബൽറാം തന്നെ ഇത്തവണയും രംഗത്തിറങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. പാർട്ടി ഒരിക്കൽ കൂടി VT ബൽറാമിനെ അവിടെ രംഗത്തിറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർച്ചയായി 2 തവണ 2011-ലും 2016-ലും അവിടെ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് 2011-ൽ അത് LDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. അവിടെ പിടിച്ചെടുക്കുകയാണ് VT ബൽറാം ചെയ്തത്. പിന്നീട് 2016-ൽ അദ്ദേഹം വിജയം ആവർത്തിച്ചു. എന്നാൽ 2021-ൽ നേരിയ വോട്ടുകൾക്കാണ് MP രാജേഷിനോട് VT ബൽറാം തോൽക്കുന്നത്. ആ മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുമ്പോൾ UDFന് ഏതാണ്ട് 6000-ഓളം വോട്ടുകളുടെ ഒരു മേധാവിത്വം തൃത്താല മണ്ഡലത്തിലുണ്ട്. അത് UDFന് ഇത്തവണ ഗുണകരമാകും. അത് അവിടെ വിജയിക്കണമെങ്കിൽ VT ബൽറാം തന്നെ വീണ്ടും രംഗത്തിറങ്ങണം. MP രാജേഷിനെ പോലെ ഒരു നേതാവിനെ, ശക്തനായ നേതാവിനെ എതിരിടാൻ അവിടെ വിജയം നേടണമെങ്കിൽ അത് ആ മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് പ്രവർത്തിച്ചിരുന്ന 2 തവണ MLA, 10 വർഷത്തോളം MLA ആയ, അവിടെ വീണ്ടും കഴിഞ്ഞ 5 വർഷം അവിടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച, ആ നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന, ജനങ്ങളുടെ വികാരങ്ങൾ അറിയാവുന്ന ഒരു നേതാവിനെ തന്നെ അവിടെ രംഗത്തിറക്കണം എന്ന് പാർട്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ടാണ് VT ബൽറാം വീണ്ടും ഒരിക്കൽ കൂടി തൃത്താലയിൽ മത്സരിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത്തരത്തിലുള്ള ചില മണ്ഡലങ്ങളിലെ ഒരു സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട തീരുമാനം ആയിട്ടുണ്ട്. കൂടാതെ സംവരണ സീറ്റുകൾ സംബന്ധിച്ചും ഒരു തീരുമാനമായിട്ടുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് 50 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ അത് ആ സ്ഥാനാർത്ഥികൾക്ക് ആ മണ്ഡലത്തിൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു സമയം ലഭിക്കും. പ്രത്യേകിച്ചും പുതിയ സ്ഥാനാർത്ഥികളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കൂടുതൽ സമയം ആ മണ്ഡലത്തിൽ പ്രചരണത്തിന് ലഭിക്കും. അതൊക്കെ തന്നെ വിജയത്തിലേക്ക് നയിക്കാൻ ഘടകങ്ങളാകുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. 2021-ൽ ഇത്തരത്തിൽ പുതുമുഖങ്ങളെയും ഒക്കെ തന്നെ രംഗത്തിറക്കി ഒരു പരീക്ഷണം നടത്തിയെങ്കിലും അവർക്കൊന്നും അന്ന് വേണ്ട ഒരു സമയം ലഭിച്ചില്ല പ്രചരണത്തിന്. മാത്രവുമല്ല, അന്ന് കോവിഡ് കാലമായിരുന്നു. അത്തരത്തിലുള്ള വലിയ ഒരു പോരായ്മ, പ്രതിസന്ധികളൊക്കെ തന്നെ പാർട്ടിക്ക് മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഇത്തവണ ഉണ്ടാകരുത് എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർക്ക് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് കൂടുതൽ സമയം എടുത്ത് പ്രചരണം നടത്താനും ഒക്കെ തന്നെയുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം ഒരു തീരുമാനം ആദ്യഘട്ട സ്ഥാനാർത്ഥികളോട് തന്നെ പ്രഖ്യാപിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഇത്തവണ 100-ലധികം സീറ്റുകളുമായിട്ട് അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ടീം UDF എന്നുള്ള നിലയിലാണ് തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അത് ചരിത്രം സൃഷ്ടിച്ച് പുതുയുഗമായിട്ട് കേരളത്തിൽ പുതുയുഗം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു തരംഗം തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അത് UDFന് അനുകൂലമായിരുന്നു. ആ ഒരു വികാരം കൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ മന്ത്രിമാരുടെ ചില മണ്ഡലങ്ങളിൽ അത് ശക്തമായ പോരാട്ടം നടത്താനായിട്ടുള്ള സ്ഥാനാർത്ഥികളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് കൊട്ടാരക്കരയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെ നേരിടാൻ ഐഷ പോറ്റി രംഗത്തിറക്കുകയാണ് കോൺഗ്രസ്. ഒപ്പം കോഴിക്കോടിലെ ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ ഇതിനോടകം തന്നെ അവിടെ കളം പിടിച്ച് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം പത്തനംതിട്ടയിലെ ആറന്മുളയിൽ നിന്നുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നേരിടാൻ അവിടെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വേണം. ഒരു വനിതയോ പുരുഷനോ ആണെങ്കിലും അവിടെ മികച്ചൊരു പോരാട്ടം നടത്തണം. അവിടെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. കാരണം ആരോഗ്യ വകുപ്പിന്റെ കഴിഞ്ഞ 5 വർഷത്തെ കുത്തഴിഞ്ഞ ഒരു ഭരണം, അനാസ്ഥ, വകുപ്പിലെ അനാസ്ഥ, അതൊക്കെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായിട്ടുള്ള ഒരു ഘടകങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. വലിയൊരു വികാരം മന്ത്രിക്കെതിരെ ആ മണ്ഡലത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ രംഗത്തിറങ്ങിയാൽ, മികച്ച ഒരു സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയാൽ അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഒരു വനിതാ സ്ഥാനാർത്ഥി തന്നെ രംഗത്തിറക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയെ അവിടെ പരീക്ഷിച്ചാൽ അത് വിജയകരമായിട്ട് മാറുമെന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പല നേതാക്കന്മാരും അത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള നേതൃത്വം ഉൾപ്പെടെ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ പാലക്കാട് ശ്രീനാദേവി കുഞ്ഞമ്മ മത്സരിക്കണമെന്നൊരാഗ്രഹം ചില നേതാക്കളൊക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അവരെ 2 ദിവസം അവിടെ എത്തിയ മണ്ഡലത്തിൽ സജീവമായിട്ട് നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മത്സരത്തിന് ഇറങ്ങുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. എന്നാൽ അവിടെയല്ല, മറിച്ച് പത്തനംതിട്ടയിലെ ആറന്മുളയിൽ വീണ ജോർജിനെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെ ഒരു ശക്തിയായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുകയാണെങ്കിൽ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. അങ്ങനെ മന്ത്രിമാരുടെ ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക എന്നതാണ് കോൺഗ്രസ് UDF ലക്ഷ്യമിടുന്നത്.